വേഗം തുറക്ക്. ഇവിടെ തുറക്ക്. ഇത് മാല. അവര് കാരണം പപ്പേട്ടനുണ്ടായ അപമാനം ചെറുതല്ലെന്ന് എനിക്കറിയാം. എന്ന് കരുതി അവരെ നടതള്ളണോ? പപ്പേട്ടനെ ഭയന്നിട്ടാ അവരെല്ലാം മറച്ചു വെച്ചത്. അതുകൊണ്ടാ മുന്നും പിന്നും നോക്കാതെ അവർ ഒളിച്ചോടിയത്. പക്ഷേ അത് പപ്പേട്ടന് വലിയ അപമാനമായി മാറുമെന്ന് അപ്പ അവര് ചിന്തിച്ചില്ല. പപ്പേട്ടൻ ചതിക്കുകയാണെന്നും അവരോർത്തില്ല. കല്യാണം കഴിഞ്ഞ ശേഷമാ ഗിരി ഇത് ആലോചിക്കുന്നു തന്നെ. ഇപ്പോ അവന് വല്ലാത്ത കുറ്റബോധമുണ്ട്. അമ്മ അവനെ ചതിക്കേണ്ടി വന്നല്ലോ എന്നോർത്ത് ഗിരി ഇപ്പോൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട്. ചെയ്തു പോയതിനെല്ലാം പപ്പേട്ടനെ കണ്ട് മാപ്പ് വരണമെന്ന് അവനുണ്ട്. അത് പപ്പേട്ടനെ കണ്ടെന്ന് അറിയിക്കാനാ ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നത്. പപ്പേട്ടൻ എന്താ ഒന്നും മിണ്ടാത്തത്? അല്ല, ഞാനെന്തോ പറയാനാ? വിവാഹം നടത്തി കൊടുത്തില്ലേ? അതുപോരാ, പപ്പേട്ടൻ അവരെ തുറന്ന മനസ്സോടെ സ്വീകരിക്കണം. പപ്പേട്ടൻ ഒരു വലിയ വിവാഹം അവർക്ക് വേണ്ടി നടത്തി കൊടുക്കണം. അതെ, അതാണ് വേണ്ടത്. ഞങ്ങളുടെ മകളുടെ പ്രേമത്തിന് തീർപ്പുണ്ടാക്കിയ ആളല്ലേ, അപ്പോ ഇതും പപ്പേട്ടൻ നടത്തി കൊടുക്കും. കുടുംബത്തിന് നാണക്കേടുണ്ടാക്കിയിട്ട് ഇപ്പൊ കാല് പിടിക്കാൻ വന്നിരിക്കുന്നു. ഇത് പത്മനാഭനാ, പടനിലത്തെ പത്മനാഭൻ. അവരെ കാണുന്നില്ലല്ലോ. അവരിപ്പോ വരും രശ്മിജി. നല്ല മഴക്കോളുണ്ടല്ലേ? അവര് കൊടയെടുത്തു കാണോ? ആ, അവരെന്തായാലും ഓട്ടോയിലല്ലേ വരിക. അത് അവര് വന്നു. സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ. പറയേച്ചി, ഗിരിയേട്ടനും പാറു എവിടെ? എന്താന്ന് പറ. പറഞ്ഞിട്ട് പോയാ മതി. പറ. പറയാം. എന്തത്? വേഗം തുറക്ക്. ഇവിടെ തുറക്ക്. ഇത് മാല. സ്വർണമാല. എങ്ങത്താ ഇത് വാങ്ങാനാണോ ചേച്ചി ലീലേച്ചി കുട്ടി പോയെ? ഇതാർക്കാ? പാർവതിക്ക്. ഏട്ടത്തിയമ്മക്ക് എന്തിനാ പുതിയ മാല? അവിടെ കല്യാണത്തിനിട്ട മാല ഒരുപാടുണ്ടല്ലോ. അതിനിടയില് ഏട്ടത്തിയമ്മക്ക് എന്തിനാ ഈ ചെറിയ മാല? ചെറിയ മാല എന്നല്ല മോളെ, ആ മാലയ്ക്ക് അതിന്റെ വലിപ്പത്തെക്കാളും വിലയേക്കാളും 1000 ഇരട്ടി മൂല്യമുണ്ട്. സ്വർണത്തിനെന്നല്ല, സ്നേഹത്തിനാണ് മാറ്റു കൂടുതൽ, അല്ലേ രത്നേ? ഒരു
ചരടിലല്ലേ ഇപ്പൊ പാർവതി ആ താലി കഴുത്തിലിട്ട് നടക്കുന്നത്. ഇനി ആ താലി ഊരി ഈ സ്വർണ്ണമാല കോർത്തിടണം. ഉം. കല്യാണം കഴിഞ്ഞാൽ അന്ന് തന്നെ മാറ്റേണ്ടതായിരുന്നു. സാരമില്ല, ഗിരിയെ കൊണ്ട് ഇന്ന് തന്നെ താലി ചരടിൽ നിന്ന് മാലയിലേക്ക് മാറ്റിയിടണം. കിരീടം പറഞ്ഞിട്ടാണോ ഇത് വാങ്ങിയേ? അമ്പട കള്ള. ഇക്കാര്യം ഗിരി അറിഞ്ഞിട്ടില്ല. രത്ന തന്നെ വാങ്ങിയതാ ഇത്. ഓ, ചേച്ചി അതെ മോളെ, ഇടിപിടിന്ന് നടന്ന കല്യാണമല്ലേ. ഗിരിയേട്ടന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണ്ടേ? ഗിരിയേട്ടന്റെ മനസ്സിപ്പോഴും ആ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ബഹളത്തില് നിങ്ങളെല്ലാരും ശ്രദ്ധിച്ചില്ലേ? പാറൂനും ഉണ്ട് കുറേയേറെ സങ്കടങ്ങളും. ആ കണ്ണുകളിൽ നോക്കിയാലറിയാം, നമ്മുടെയൊക്കെ മുന്നില് ചിരിച്ചൊന്ന് വരുത്തുന്നതേ ഉള്ളൂ. വല്ലാത്തൊരു മിസ്സിങ്ങിലാ പാറു ജീവിക്കുന്നെ. പിന്നെ ഗിരിയേട്ടന് നമ്മളൊക്കെ ഉള്ളതാ പാറുവിന്റെ ഏക ആശ്വാസം. അപ്പൊ നമ്മള് വേണം അത് കെയർ ചെയ്യാൻ. അവരുടെ ലൈഫ് നന്നായി കൊണ്ടുപോവേണ്ടത് നമ്മുടെയും കൂടെ ഉത്തരവാദിത്വമല്ലേ? ചേച്ചി ഇത് എത്ര പവനാ? 1.5 ഉണ്ട്. എന്റെ ഈശ്വര, 1.5. അപ്പോ ഗ്രാമിനിപ്പോ ലീലച്ചി ഗ്രാമിനിപ്പോ എത്രയാ? 13,700. അമ്മേ, അപ്പോ ഒരു ഏകദേശം ഒരു 1,50,000 രൂപയോളം വരില്ലേ? ഇത് ചേച്ചി എങ്ങനെ വാങ്ങി? കുറച്ച് പൈസ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് എടുത്തു. പിന്നെ ചേച്ചിയുടെ വള ഇവിടെ. അയ്യോ ശരിയാണല്ലോ, അത് വിറ്റു മോളെ. വിറ്റോ? ചേച്ചി സാരമില്ല, നല്ലൊരു കാര്യത്തിനല്ലേ. നമ്മുടെ ഏട്ടന്റെ ഏട്ടത്തിയമ്മയുടെയും കാര്യത്തിനല്ലേ. സ്വർണ്ണമൊക്കെ എപ്പോ വേണമെങ്കിലും വാങ്ങാം മോളെ. അല്ലെങ്കിൽ ഒരുപാട് ആർഭാടങ്ങളൊന്നും ചേച്ചിക്ക് വേണ്ട. ഗിരിയേട്ടൻ നമ്മൾ അങ്ങനെയല്ലല്ലോ വളർത്തിയിരിക്കുന്നത്. വാ, നമുക്ക് രണ്ടുപേരും ഇത് കാണിക്കാം. വാ ലീലേച്ചി, വാ. വാ ചേച്ചി. ഇതെന്താ പുതിയ മാത്തമാറ്റിക്സ് റൈറ്റിംഗ്? ഇവിടുത്തെ കണക്കപ്പിള്ള റാണിയല്ലേ? കല്യാണം കഴിഞ്ഞപ്പോ പുതിയ ശീലങ്ങൾ പഠിക്കുകയാണോ? അത് പിന്നെ അങ്ങനല്ലേ വേണ്ടത്. കല്യാണം കഴിഞ്ഞാല് സ്വാഭാവികമായ ഉത്തരവാദിത്തം കൂടില്ലേ? അതെ, കണക്കൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഗിരിയേട്ടൻ തൽക്കാലം ഒന്ന് എണീറ്റ്. എന്താ കാര്യം? കാര്യമൊക്കെ പറയാം. ഏട്ടനൊന്ന് എഴുന്നേറ്റിട്ട് വാ, നമുക്ക് ഈ വേഷം ഒന്ന് മാറാം.